കുതിരവണ്ടി പോകുന്നുണ്ട്. കുതിരവണ്ടി ഇവിടെ എല്ലാം ഒത്തിരി കുതിരവണ്ടി ഉണ്ട് കേട്ടോ. ഏട്ടൻ വണ്ടി എടുത്തോളൂ. അങ്ങനെ നമ്മൾ പളനി വിടുകയാണ്. ഫുള്ള് ചാർജ് ആക്കിയതായിരുന്നു. ഇപ്പൊ ഇച്ചിരി നേരം ആയതേ ഉള്ളൂ. ആ ചാർജ് 38%. ഇനി നമ്മൾ ഇനി രാവിലെ മൊത്തം ചാർജും ഉണ്ടായിരുന്നു. അതെനിക്കൊന്ന് താഴെ വീണ ചിലപ്പോ ഇങ്ങനെ ആവും പോണം. അങ്ങനെ പറ്റിയത്. ശരി എന്നാ ഇനി നമുക്ക് കുത്തിയിട്ടിട്ട് എപ്പോഴാന്ന് വെച്ചാ കാണാം. റോഡൊക്കെ കാണിച്ചു. തിരുമൂർത്തി ഫാൾസ് ബ്ലോക്കായി. അതാട്ടോ പളനി റെയിൽവേ സ്റ്റേഷൻ കൊണ്ടാ കാണുന്നത്. അതാ ട്രെയിൻ പോകുന്നതിന്റെ നടുക്ക് വന്നിട്ട് നിർത്തിയിടാവുന്നു. ദൈവമേ, അല്ല ട്രെയിനും വന്നിപ്പോ കേറിയാനായിരുന്നു. ഇന്നലെ നമുക്ക് ഇതൊന്നും കാണാൻ പറ്റിയ രാത്രി ആയതുകൊണ്ടില്ല. ഇന്ന് ഫുള്ളിനി വീഡിയോ എടുക്കാം നമുക്ക്. റോഡിന്റെ ഒക്കെ നല്ല അടിപൊളി റോഡൊക്കെ ആയിരുന്നു ഇന്നലെ ഇവിടെ കണ്ടത്. ഇവിടുത്തെ റോഡൊക്കെ അടിപൊളിയായിരുന്നു. അല്ലെങ്കിൽ ഭയങ്കര കാറ്റ്. നോക്കിയേ, ഇത് കേൾക്കാനും ഒന്നും വയ്യ. ഭയങ്കര കാറ്റെന്ന് പറഞ്ഞാൽ ഭയങ്കര കാറ്റ്. ഭയങ്കര കടലിൽ ഇരയ്ക്കുന്ന പോലുള്ള സൗണ്ട്. ഇന്നലെ നമുക്ക് ഇതൊന്നും കാണാൻ പറ്റിയില്ലായിരുന്നില്ല. ഇവിടെ എല്ലാം ഫുള്ള് ഇരുട്ടായിരുന്നു. ഇനി റോഡിലുള്ളൊരു വെട്ടം മാത്രമേ ഉള്ളൂ. തോണ്ടയുടെ ഒരു ലാഭ പോലും കത്തുന്നില്ലായിരുന്നില്ലയോ. എന്തോന്നിന്റെ പ്രകാശം മാത്രമായി വണ്ടി വരുമ്പോൾ ആ കത്തുന്ന ആ ഒരു ഇത് ഇല്ലയോ. ഓടിക്കാനൊക്കെ നല്ല സുഖമുള്ള റോഡാണ്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെയുള്ള റോഡ് വരുമ്പോൾ നമുക്കൊന്ന് യൂ ടേൺ എടുക്കണമെങ്കിൽ അല്ലെങ്കിൽ നമുക്കൊന്ന് തിരിച്ച് പോകണമെന്നുണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നമാണ് കേട്ടോ. ഞങ്ങൾക്ക് രാത്രി ആയപ്പോഴത്തേക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങോട്ട് വരുന്ന വഴിക്കാണ്. നമ്മളിങ്ങനെ വന്നുകൊണ്ടിരുന്നപ്പം നമുക്കൊരു ബൈ റൂട്ട് കയറി പോകണമായിരുന്നു. അപ്പോൾ അത് നമ്മൾ വിട്ടുപോയി, നേരെ അങ്ങ് പോയി. അപ്പോൾ നമ്മൾ തിരിച്ച് വരാനായിട്ട് നോക്കുകയാണ്. പക്ഷേ അവിടെ എങ്ങും ഒരു കട്ടിങ് കാണുന്നില്ല. പിന്നെ കുറേ ഒരു 2 കിലോമീറ്റർ ചെന്നതിന് ശേഷമാണ് നമുക്കിങ്ങനെ യൂ ടേൺ എടുക്കാനായിട്ട് പറ്റിയത്. അപ്പം ഇങ്ങനെയൊക്കെ പണിഞ്ഞിടുമ്പോൾ ഉള്ള പ്രശ്നമെന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെയൊക്കെ പെട്ടെന്നൊന്ന് എടുത്തുകൊണ്ട് വരണമെന്നുണ്ടെങ്കിൽ പറ്റത്തില്ല. ഇത്രയും ദൂരം നമ്മൾ തിരിച്ച് അത്രയും ദൂരം നമ്മൾ യാത്ര ചെയ്തതിന് ശേഷമാണ് നമുക്ക് ഇങ്ങനെ പോകാൻ പറ്റിയത് കേട്ടോ. അപ്പം 1.5 കിലോമീറ്റർ അങ്ങോട്ടും പിന്നെ അവിടുന്ന് തിരിച്ച് ഒരു 1 കിലോമീറ്ററോളം നമ്മൾ തിരിച്ചും യാത്ര ചെയ്തിട്ടാണ് നമ്മൾ ബൈ റൂട്ട് നമുക്ക് കയറാൻ പറ്റിയത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള റോഡ് നല്ലതാണ്. റോഡ് നമ്മുടെ കേരളത്തിലും വരുന്നത് നല്ലതാണ്. പക്ഷേ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ അതും കൂടി നമ്മൾ ആലോചിക്കണം. നമ്മളിപ്പോഴായാലും നമ്മൾ കേരളത്തിൽ ഹൈവേ വരുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഭയങ്കര ഇതാണ്. പക്ഷേ ഇങ്ങനെയൊക്കെയുള്ളൊരു പ്രശ്നം വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകും. നമുക്കൊന്ന് തിരിച്ചൊന്ന് വീട്ടിലോട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് നമുക്കൊന്ന് തിരിക്കണമെങ്കിലോ നമുക്ക് പറ്റത്തില്ല കേട്ടോ. നമ്മൾ അത്രയും ദൂരം കൂടി നമ്മൾ യാത്ര ചെയ്തതിന് ശേഷമേ നമുക്ക് തിരിച്ചു വരാൻ പറ്റുള്ളൂ. ഞങ്ങളതുകൊണ്ട് കുറേ ഭാഗത്ത് നമുക്കിതുപോലെ അബദ്ധം പറ്റി കേട്ടോ. നമുക്ക് ഈ റൂട്ട് നമുക്ക് കയറി പോകാൻ അറിയത്തില്ല. നമ്മൾ ഈ മാപ്പ് വഴി നോക്കി ആയതുകൊണ്ട് നമുക്ക് ഈ ഇടയ്ക്കൂടുള്ള വഴിയൊക്കെ നമുക്ക് അറിയത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇടയ്ക്ക് കുറേ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കേരളത്തിൽ എത്ര 108 എന്നുണ്ട്.
ഐഷു എന്ത് ഉറങ്ങിയോ? സ്പ്രൈറ്റ് വേണം, തണുക്കാത്ത മതി. തണുക്കാതെ കുടിച്ചാൽ ഇതിങ്ങനെ മുറുക്കിയൊക്കെ മുറുകിയിരിക്കും. മുട്ടച്ചി പെണ്ണിങ് വാ. പൈസ കൊടുക്കുന്നത് എന്തിനാ എടുക്കാനോ? ഇനിയുണ്ടല്ലോ. ഇങ്ങോട്ട് നോക്കി. എന്ത് മോന്തക്കൊക്കെ ഇരിക്കുന്നേ? പാപ്പം വല്ലതും തിന്നോ? എന്ത് പാപ്പം തിന്നേ? എന്ത് പാപ്പം തിന്നേ? ഉമ്പൂറ്റിയോ? ഇത് ഉമ്പൂറ്റിയല്ലേ, ഇത് പെട്രോൾ പമ്പാ. അമ്മ ടാങ്ക് നോക്കിട്ടെ ഉമ്പൂറ്റി കാക്കൂന്ന് തുടക്കട്ടെ ചേച്ചി. പെട്രോൾ പമ്പ് നോക്കിട്ടറിയാം ഉമ്പൂറ്റി കാക്കൂ ഇല്ലേ മാവേ? അയ്യോ മുട്ടച്ചി പെണ്ണായപ്പോ സുന്ദരിയായല്ലോ. അതെന്തുവാ അങ്ങോട്ട് നോക്ക്. ഒരു ഹായ് പറഞ്ഞേ. എൻ്റെ വാവച്ചിക്ക് വളം മേടിച്ചില്ലല്ലോ. എൻ്റെ കുഞ്ഞു വാവച്ചിക്ക് വളം മേടിച്ചാണ് പറ്റിയില്ല. കുഞ്ഞിക്കൈക്ക് വളയില്ലെന്ന് ഇവിടെ പളനിയില്. കുഞ്ഞിക്കൈക്ക് പളനി വളയില്ലെന്ന് ഇല്ലേ? പെട്രോൾ അടിക്കുന്ന ഞങ്ങൾക്ക് പൈസ കിട്ടിയല്ലോ. കാണിച്ചു കൊടുത്ത്. ഞങ്ങൾ പൈസ കിട്ടി. കാണിച്ചു കൊടുത്ത്. പൈസ കാണിച്ചു കൊടുത്ത്. പൈസ കിട്ടി. പൈസ 10 രൂപ കിട്ടി. ശരിയാ, നമ്മളെപ്പോലുള്ള ആരെങ്കിലും ഇവിടെ വന്ന് കാണത്തോളാം. അബദ്ധം പറ്റി. അറിഞ്ഞോണ്ട് ആരും വരത്തില്ല ടോളുള്ളതുകൊണ്ട്. എന്തായാലും ശരിയാണെങ്കിൽ വേണ്ടിയില്ല, അത് ഒരു ദിവസത്തേക്കാണെങ്കിൽ വേണ്ടിയില്ല. ഇത് ഇച്ചിരി ഒരു മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ വേണേ വീണ്ടും കൊടുക്കണം. ഇവിടെ ഇന്നലെ കൊടുത്തെടുത്തൊക്കെ ഇന്ന് വീണ്ടും കൊടുക്കണം അല്ലയോ? ഇന്നലെ തന്നെ തിരിച്ചു കൊടുക്കണ്ടല്ലേ? കൊടുക്കണോ? അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടല്ലേ? നമ്മള് സംസാരിക്കുന്നതാണ് കേട്ടോ, ഒരാളോട് വേണം. പിന്നെ ചിരിക്കുന്ന പിന്നെ അങ്ങനെ നമ്മൾ തിരിച്ചു പോകുന്ന അവിടെ നിന്ന് ടാങ്കൊക്കെ മാറുന്നടേ. പെട്രോളോ ഡീസലോ അല്ലോ ആണെന്ന് തോന്നുന്നു. ടാങ്കറാ അത്, പക്ഷെ വെള്ളമാണെന്ന് തോന്നുന്നു ടാങ്കറിനകത്ത്. ഇവിടെ നനയ്ക്കാനെങ്ങാണോ കൊണ്ടുവന്നേ? അല്ലെങ്കിൽ ഫയർ പടി 100 രൂപയാണ് ഇവിടെ. മറ്റേ ഫുള്ളാക്കിയായിരുന്നു പൈസ. ഇന്നലെ രാത്രി നമുക്ക് കാണാൻ പറ്റാതെ പോയ മലകളുണ്ട്. ഒരു മല. ഇവിടെ എല്ലാം ഇച്ചിരിച്ച സ്ഥലത്തെല്ലാം കൃഷിയാണ് കേട്ടോ. ഓരോരുത്തരുടെ വസ്തുവായിരിക്കും ഇല്ലയോ? ഐശിക എന്തെടുക്കുക? കണ്ണി വെക്ക്. കണ്ണാടി മൂക്കി വെക്ക്. കണ്ണാടി വെച്ചാ നോക്കട്ടെ, കൊള്ളാമോ നോക്കട്ടെ. അങ്ങനല്ല, തിരിച്ചു വെക്ക്. ഇങ്ങനെ ഇങ്ങനെ. ആ പോ
ഒക്കെ ഉണ്ടല്ലോ കണ്ണാടിക്കകത്ത്. സൂപ്പർ സൂപ്പർ. ഏത് ഈ മുട്ടച്ച് നിൽക്കുന്നേ? അയ്യോ എന്റെ പൊന്നെ ചുണ്ടരിയായങ്ങ്. അയ്യോ ചുമ്മാ അല്ല ടോള് കൊടുക്കുന്നത്. ഇത്രയും നല്ല റോഡ് പണിഞ്ഞിട്ട് പിന്നെ ടോള് കൊടുക്കാതോ? ഓരോ സ്ഥലത്ത് വരുമ്പോഴും ഓരോ ചെടിയാണ് കേട്ടോ. ആദ്യം ഇങ്ങനെ വന്നപ്പം ഒരു മെറൂൺ കളർ അല്ലെങ്കിൽ പിങ്ക് കളറ്, പിന്നെ ഫുള്ള് മഞ്ഞ. ഇപ്പം അത് എല്ലാം കൂടെ ഇടവിട്ട് നല്ല രസമുണ്ട് കാണാൻ. അല്ലയാ അങ്ങനെ വന്നിട്ടേ അടിപൊളി. ഇതിനകത്ത് അരുളി ഉണ്ട് കേട്ടോ. അരുളി കണ്ടില്ലേ? പക്ഷേ ഈ അരുളിക്ക് ഭയങ്കര കളർ ഉള്ളതൊക്കെ റോസ് കളറല്ലേ, ഇച്ചിരി ഡാർക്ക് കളറാണ്. അടി വെള്ള ഉണ്ട്. അരുളി അരുളിപ്പൂ മഞ്ഞ വയ്ക്കുന്ന എന്തോന്ന് അറിയത്തില്ല. ഇതൊക്കെ അരുളി, അതിന്റെ പല ഇതായിരിക്കും, വെറൈറ്റി ആയിരിക്കും. ഈ മുനിസിപ്പാലിറ്റി അങ്ങനെ ആള് നിർത്തിയേക്കില്ലയോ? നേരത്തെ ഒരാള് നിന്നുണ്ടില്ലയോ ഒരു വെട്ടത്തെയൊക്കെ ആയിട്ട്? ഇത് വളമൊക്കെ ഇട്ട് വളർത്തുന്നതാണ്. ഇത്രയും സ്ഥലം വെറുതെ കിടക്കുമല്ലേ, അന്നേരം അവര് വിചാരിച്ച് ചെടിയിൽ നട്ടത്. നമ്മുടെ കരുതാപ്പിള്ളുണ്ടല്ലോ അല്ലേ? ആ ശരി. അല്ല ഇവര് വേസ്റ്റ് കൊണ്ടിടും അങ്ങനെയൊക്കെ ചെയ്യാതിരിക്കാനായിരിക്കും. ഇവിടൊക്കെ ആള് താമസം ഇല്ലാത്തോണ്ട് കുഴപ്പമില്ല. ഇവിടെ ആള് താമസം കുറവല്ലേ. ഇതുകൊണ്ട് കാട്ടി വീഴാണ്ട് ചെടിയുന്നുണ്ട്. ഓറഞ്ച് കളറിലേക്ക് വലിയ കൊറേ ഇങ്ങനെ പല കളർ. ഇതിൽ അവിടെ അങ്ങോട്ടേലും പിന്നെ ഫുള്ള് വൈറ്റാണ്. ഇത് ഫുള്ള് വൈറ്റ് കളറിലാണ് കേട്ടാ. അതാ ഒരുപാട് വളർത്താതെ വെട്ടി നിർത്തിയേക്കുന്നോണ്ടാന്ന് തോന്നി ഇങ്ങനെ കിടക്കുന്നത്. മഞ്ഞപ്പൂണ്ട്, അങ്ങ് വരെ ഉണ്ട്. നോക്കിയേ നോട്ടെ, വരെ ഇത് നട്ട് വെച്ചേക്കോ. ഈ സൈഡിൽ അടിപൊളി ഒരു മലയുണ്ട് കേട്ടോ. നല്ല പച്ച നിറഞ്ഞൊരു മല. ഇതെല്ലാം കുറ്റിച്ചെടിയാണ് തോന്നുന്നു കേട്ടോ. കുറ്റിച്ചെടിയല്ല, ഒരുമാതിരി കിരീരാന്നുള്ള ഒരു ഇലയുണ്ടല്ലോ, ഇതിൽ മുള്ളുള്ള ആ സാധനമാവും ഇല്ല നിൽക്കുന്നതെല്ലാം. ഫുള്ളത് തന്നെ. ഈ പെണ്ണെന്ത് ഈ പറയുന്നേക്കെ? വൈശിക എന്തോ വൈശിക പറയുന്നേ? എന്താ പറയുന്നേ? കാശോ? കാശാന്നത്? എത്ര രൂപയത്? എത്ര രൂപയാ? എന്തിനാ അത്? എന്തിനാ? 10? 10? എന്തിനാ? എന്തിനാ 10 പൈസ? എന്തിനാ 10 രൂപയോ? 10 രൂപ എന്തിനാ? മൂക്ക് എന്താ മേടിക്കാനാ? വള മേടിക്കാനോ? വള മേടിക്കാനാണോ? ആണോ? തരാം അമ്മച്ചിക്കാന്നോ? എടുത്തോട്ടെ. പാപ്പ മേടിക്കട്ടെ? അമ്മച്ചി മേടിക്കട്ടെ? താങ്ക് യു.
താങ്ക് യു. പൊക്കം വരാതെ എല്ലാം വെട്ടി പോയിരിക്കുന്ന എല്ലാം വെട്ടിയിരിക്കുവാ. അതാ ഞാൻ പറഞ്ഞത്. കടയുണ്ടോ നോക്കണേ. ഇതിനാ നോക്ക് തോണ്ട പാവ കിടക്കുന്നുണ്ടോ? അയ്യോ ഉണ്ടാക്കുകയും ചെയ്യുന്നു വിൽക്കുകയും ചെയ്യുന്നില്ലയോ. നമ്മളാ നിന്ന ചെലവാകുമ്പോഴാ ഈ 2000 രൂപ നമ്മളാ നിന്നവിടെ അവിടെ ഉണ്ടാക്കുന്നുണ്ടോ കുറെ ചേച്ചിമാരിരുന്ന് പഞ്ഞി നിറയ്ക്കുന്നു. ആ തുണി മേടിച്ച് അതായത് ഷേപ്പിൽ തയ്ച്ചെടുത്തിട്ടേ. എന്തു പറയുന്നേ? കാറ്റോ കാറ്റയോ? എങ്ങനെ കാക്ക എങ്ങനെ കരയുന്നേ? കാക്കന്ന് കരയുന്നേ? കാക്കയോ? എങ്ങനെ കാക്ക കരയുന്നേ? ഒന്ന് കാണിച്ചേ. ഇങ്ങനെയുള്ള കാക്ക ഇത് ഏത് കാക്ക ഇങ്ങനെ കരയുന്നേ? വൈശിക്കാക്കയാണോ? എങ്ങനെ കാക്ക കരയുന്നേ? മുമ്പ് എങ്ങനെ കരയുന്നേ? മുമ്പ് എങ്ങനെ കരയുന്നേ? ഉമ്മമ്മയല്ല ഉമ്പ കരയുന്ന എങ്ങനെയാ? പട്ടി കരയുന്ന പട്ടി 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 കരയുന്ന എങ്ങനെയാ? പൂച്ചയോ? പൂച്ച പൂച്ച കരയുന്ന അവിടെങ്ങും ഇല്ല. പൂച്ച കരയുന്ന എങ്ങനെയാ? പൂച്ച ആ അവിടെ എല്ലാം ഉണ്ടോ? ആ അതുപോലെ വഴിയിലൊക്കെ നിക്കുന്നെന്ന് പൂച്ച. പൂച്ച കരയുന്ന എങ്ങനെയാ? എങ്ങനെയാ അത് പറ. പൂച്ച കരയുന്ന എങ്ങനെയാ? ചൂ ചൂന്നാണോ പൂച്ച കരയുന്നേ? അതേത് പൂച്ചയെ ചൂന്ന് കരയുന്നേ? പൂച്ച കരയുന്ന എങ്ങനെ? ഇവിടൊന്നുമില്ല. പിന്നെന്തുവാ? ഉമ്മാമ്മ കരയുന്ന എങ്ങനെയാ? പശുമാമ കരയുന്ന എങ്ങനെയാ? എന്നിട്ട് കരഞ്ഞേ? എങ്ങനെ ഉമ്മമ്മ എങ്ങനെ കരയുന്നേ? ഭയങ്കര കറണ്ട്. ഇതിന്റെ അടുത്തൊക്കെ പോയാൽ ഈ കറണ്ട് ആകർഷിച്ചു. മുട്ടൻ ഇതല്ലേ ബൂസ്റ്റൊക്കെ അല്ലേ കിട്ടുന്നുണ്ടോ? കൊള്ളാട്ടോ. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. തിന്നട്ടെ? അപ്പൊ നമ്മള് പാനിപ്പൂരി പാഴ്സൽ മേടിച്ചു. നമ്മളുണ്ടാക്കാൻ പോയിട്ടോ. നമുക്കിതിന്റെ ഒരു ബിസിനസ് തുടങ്ങിയാലോ? ഇപ്പൊ സന്തോഷം കേട്ടോ. നീ തുടങ്ങി പാനിപ്പൂരി മേടിച്ച് കഴിക്കാനായിട്ട് രാത്രി 7 മണിക്ക് അവിടെ പിന്നെ സച്ചിനെ വിളിച്ചിട്ട് സച്ചിനുമായിട്ട് പോയി കഴിച്ചോളാം. രാത്രി 8 മണിക്ക്. എന്നാന്നറിയാമോ? നമ്മുടെ നിശ്ചയത്തിന്റെ അന്ന് ഇല്ലേ അമ്മ? അതൊന്നും എനിക്ക് ഓർമ്മയില്ല. നിശ്ചയത്തിന്റെ അന്ന് രാത്രി. പക്ഷെ നല്ല സൂപ്പറായിട്ട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ചെറുക്കൻ. അവനൊക്കെ ഇവിടെ വന്ന് പെട്ടെന്ന് കേരളത്തിലാണ് വന്നത്. അവിടെ 50 രൂപ 80 രൂപ കിട്ടുമായിരുന്നു. ഇപ്പൊ നല്ല ലാഭം അത്. ഇത് വൈശികയുടെ പഴയ അത് ആരും മേടിക്കുന്നില്ല. എന്നിട്ട് നമ്മളെ പോലുള്ളവർ ഈ ഇവിടെ പോകുന്നവരൊക്കെ കാണാൻ മേടിക്കുന്നില്ല. അല്ല ആൾക്കാരും ഭയങ്കര ചൂട് ഈ സാധനത്തിന്. ഇതിന് ഭയങ്കര ചൂടാമേ. അതുകൊണ്ട് ആ ചൂടായിട്ട് ഉണ്ട് അതിന്റെ നേരത്ത്. റൈസ് ഉണ്ട്, ചിക്കൻ ഉണ്ട്, നൂഡിൽസ് ഉണ്ട്. ചിക്കൻ നൂഡിൽസ് ഇല്ലേ അതുണ്ട്. പിന്നെന്താ കോളിഫ്ലവറിന്റെ എന്തോ സാധനം ഉണ്ട്. പിന്നെ അവിടെ നിർത്തിയായിരുന്നെങ്കിൽ ഞാനിന്ന് അവൻ്റെ കൂടെ ഒന്ന് കച്ചവടം ചെയ്ത് ഞങ്ങള് നേപ്പാളിലേക്ക് കൂടിയിട്ട് പറഞ്ഞു. നേപ്പാളിയല്ല, അങ്ങനെയാണ് വേറെ വീരങ്ങളാണ്. ചൂടാട്ടോ അവിടെ ഇതിന്റെ പാനിപ്പുരിയുടെ ഭയങ്കര ചൂട് കേട്ടോ. തിന്നാൻ പറ്റും.
അങ്ങനെ നമ്മുടെ അടുത്ത ടോൾ ഗേറ്റ് എത്തിയിരിക്കുകയാണ്. ഇതിപ്പോ രണ്ടാമത്തെ ടോളായില്ലയോ? ദൈവമേ, ഇനി എവിടൊക്കെ പോകുന്നു? കണ്ടില്ല, ഞാൻ ഒന്നും കാണാൻ പറ്റുന്നില്ല. അത് കണ്ടോ? കണ്ടെയ്നർ കൊണ്ടിട്ടുണ്ട് അതിനകത്തേ. അപ്പം നമ്മൾ മധുര എത്തിയിരിക്കുകയാണ്. മധുര എത്തിയട്ടോ, ഇനി ഇച്ചിരി കൂടെ കണ്ട് പോയാൽ മധുര എത്താറായി. ഇവിടെ എല്ലാം ബോർഡ് വെച്ചേക്കുന്ന മധുരയാണ്. 3 കിലോമീറ്ററോ വഴി തെറ്റില്ലോ? അവിടെ നിങ്ങളുടെ ഇടത്തോട്ട് വഴി ഉണ്ടായിരുന്നോ? ഞങ്ങളില്ല, എനിക്കറിയത്തില്ല. നേരെ 3 കിലോമീറ്റർ കഴിഞ്ഞ് തിരിച്ചു വരും. 3 കിലോമീറ്റർ കഴിഞ്ഞ് തിരിച്ചു വരാനോ? തിരിച്ചു വരണോ? എങ്ങോട്ടൊക്കെ അമ്മച്ചി കാണിക്കുന്നിരുന്നു? നമ്മളെങ്ങോട്ടാ പോകുന്നത്? മധുര മീനാക്ഷി ക്ഷേത്രം. അങ്ങോട്ടാണോ? എൻ്റെ ഫോണിൽ നെറ്റില്ല. അമ്മ ആ ഫോണിൽ എടുത്തേ. മധുര മീനാക്ഷി അമ്പലത്തിൽ എത്താറായിരിക്കുകയാണ്. സമയം ഇപ്പം എത്ര മണിയായി? 4:30 ആയില്ലേ? എത്ര മണിക്ക് ഇറങ്ങി? 2 മണിക്കോ? 5 മണിക്കല്ലേ തുറക്കുന്നത്? 4 മണിക്ക് തുറക്കോ? തിരക്ക് കാണൂ? ഒരു ആന നിൽപ്പുണ്ട് ഫ്രണ്ടിൽ. പണ്ടൊക്കെ ഉണ്ടോന്ന് അറിയത്തില്ല. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ കയറാൻ പോവുകയാണ്. ഇനി ഇവരുടെ ഡ്രസ്സ് മാറണ്ടേ? കയറി ആദ്യമായിട്ട് ഇതുപോലൊരു സാധനം കാണും. സിഗ്നലും ഇതുപോലെ ട്രാഫിക് ഇല്ലേ? ഇതുവരെ പളനി പോയിട്ട് പോലും ഇങ്ങനെ കണ്ടില്ല നമ്മള്. അവിടെ 1-2 പോലീസ്, ഒരു ആംബുലൻസ് പോലും ഇല്ലല്ലോ അവിടെ. അതേസമയം നമ്മുടെ കേരളത്തിലന്ന് എത്ര ആംബുലൻസ് പോകുന്നറിയോ ഒരു വഴി കൂടെ തന്നെ. ഒരിടത്ത് നിന്നാ മതി, അതുവഴി തന്നെ എത്ര എണ്ണം പോകും. സന്ധ്യ പോലെ ഐഡിയ ഇവിടെയൊക്കെ. ഇവിടെയൊക്കെ കണ്ടോ ബിൽഡിങ്ങുകൾ? തമിഴ്നാട്ടിൽ വന്നിട്ട് ഇപ്പോഴല്ലേ പുള്ളിതുപോലെ കാണാൻ തുടങ്ങിയത്? അമ്പലത്തിനടുത്തുണ്ട്, അല്ലാതെ പുറത്ത് വേറെ സ്ഥലം. എന്തായാലും അയാൾ കൂടെ വന്നത് കാര്യമില്ല. നമ്മൾ അയാളോട് വഴി ചോദിച്ചായിരുന്നു കേട്ടോ. ഇങ്ങോട്ട് കാണിച്ചു തന്നു സ്ഥലത്തോട്ടൊന്ന്. അല്ല, ഇങ്ങോട്ടൊന്ന് കാണിച്ചു തന്നു ചെറുക്കൻ. ഫസ്റ്റ് റൈറ്റ് പോയിട്ട്
പെരിയൊരു ലെഫ്റ്റ് കാണുന്നു, അങ്ങോട്ട് പോകാനെന്ന്. ഈ കുഞ്ഞു റോഡിൽ കൂടെ അങ്ങനെ പോകുന്നു. മറ്റേ അപ്പുറത്തൂടെ പോയിക്കൂടായിരുന്നു ഇല്ലയോ? അവന്മാരവിടെ നോ എൻട്രി നിർമ്മിച്ചു. എൻ്റെ അണ്ണ ഇനിങ്ങ എണ്ണ പண்றீங்க? അവിടെ അങ്ങാണ്ട് ചെല്ലുമ്പോൾ ഒരു പെരിയ ലെഫ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. ആ ലെഫ്റ്റിൽ പോകുമ്പോൾ വലുത്. അന്നേരം അവിടെ ചെല്ലുമ്പോൾ അവിടെ പാർക്കിംഗ് ഉണ്ട്. പാർക്കിംഗ് വണ്ടി ഇട്ടിട്ട് അമ്പലത്തിലോട്ട് പോകണമെന്നായിരിക്കും ഇല്ലയോ? അതുകൊണ്ടായിരിക്കും ഇവിടെ നോ എൻട്രി കാണിക്കുന്നത്. അങ്ങോട്ടൊന്നും വണ്ടി കൊണ്ടുപോകാതെ പാർക്ക് ചെയ്തിട്ടിട്ട്. ഇതല്ല പെരിയ ലെഫ്റ്റ് എന്ന് പറഞ്ഞത്, ചെറിയ ലെഫ്റ്റ് അല്ല. പെരിയെന്ന് പറഞ്ഞാൽ വലുത് പോലെ അവിടെ ആയിരിക്കും. പോയോ? ഗൂഗിളമ്മച്ചിക്ക് ഭ്രാന്ത് എടുത്തോണ്ട് ഗൂഗിളമ്മച്ചി വന്ന് കറങ്ങും അങ്ങോട്ടും ഇങ്ങോട്ടും. ശ്രീ മീനാക്ഷി അമ്മൻ കോവിൽ പോകും വഴി കാർ പാർക്കിംഗ്. അങ്ങനെ നമ്മൾ കാറ് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇപ്പം നമ്മൾ മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ കയറണം എന്ന് വെച്ചിട്ടാണ് കേട്ടോ പോയത്. പക്ഷേ നമുക്ക് പറ്റിയില്ല കയറാൻ വേണ്ടിയിട്ട്. അവിടെ എല്ലായിടും നോ എൻട്രി എന്ന് എഴുതി വെച്ചിരിക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് അന്നേരം എന്തോ ഒരു ഡൗട്ട് തോന്നി, എന്തോ സംഭവം പ്രശ്നം ഉണ്ടല്ലോ എന്ന് തോന്നി. അപ്പോൾ അവിടെ ചെന്ന് ഇറങ്ങിയപ്പോഴാണ് നമുക്ക് മനസ്സിലായത് അവിടെ മോദി വരുന്നത് കൊണ്ട് അമ്പലത്തിൽ കയറാൻ പറ്റത്തില്ല. ഇന്ന് അമ്പലത്തിൽ ആരെയും കയറ്റത്തില്ല, വേറെ ആരെയും കയറ്റത്തില്ല. അല്ലെങ്കിൽ പിന്നെ നാളെ രാവിലെ ഇവിടെ നിന്ന് സ്റ്റേ ചെയ്തിട്ട് രാവിലെ അമ്പലത്തിൽ കയറി തൊഴുതിട്ട് വരണം. അപ്പോൾ ഇപ്പം തന്നെ ഒരുപാട് ക്ഷീണിക്കുകയൊക്കെ ചെയ്തതുകൊണ്ട് നമ്മൾ പിന്നെ കയറണ്ടെന്ന് വിചാരിച്ചു. അപ്പം അവിടെ നിൽക്കണമെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഹോട്ടലോ അങ്ങനെ എന്തെങ്കിലും എടുക്കണം. അപ്പോൾ അതും ഒരു ബുദ്ധിമുട്ടാവും എന്ന് വിചാരിച്ചിട്ട് നമ്മളങ്ങനെ തിരിച്ചു പോവുകയാണ് കേട്ടോ. നമ്മുടെ കേരളത്തിലേക്ക് തിരിച്ചു പോവുകയാണ്. അപ്പം നമുക്ക് അമ്പലത്തിൽ ഇനി പിന്നൊരു ദിവസം ഇതിനായിട്ട് മാത്രമായിട്ടെങ്ങാനും വരാം. ഞാൻ വിചാരിച്ച പോലെ ട്രെയിനിനോ എങ്ങാനും പോകാൻ പറ്റുമെങ്കിൽ പോകാമെന്ന്. അപ്പം കാറിൽ വേണമെങ്കിൽ പോവാം. പക്ഷേ ഞങ്ങൾ ശരിക്കും ഇങ്ങോട്ടുള്ള യാത്രയിൽ ഒരുപാട് പേടിച്ചു കേട്ടോ. അങ്ങോട്ട് പോയപ്പോഴും നല്ല പേടിയുണ്ടായിരുന്നു, എന്നാൽ ഇങ്ങോട്ട് വന്നപ്പോൾ അതിനെക്കാട്ടി പേടിച്ചു. എന്താണെന്ന് വെച്ചാൽ വഴിയിലൊക്കെ ഇപ്പോൾ ഏട്ടന് ഞങ്ങളെ പറഞ്ഞ് പേടിപ്പിച്ചു കേട്ടോ. തിരുട്ട് ഗ്രാമം എന്ന് പറഞ്ഞിട്ട് ഗ്രാമമൊക്കെ ഉണ്ടെന്നും പറഞ്ഞിട്ട്. അപ്പോൾ രാത്രി ആകുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇരുട്ടായിരിക്കും. വഴിയിലെങ്ങും ഒരു ശകലം പോലും വെളിച്ചമില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ രാത്രിയിൽ ഉള്ള വീഡിയോസ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. എന്ന് വെച്ചാൽ നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല, ഫുൾ ഇരുട്ടാണ്. അപ്പോൾ ഈ തിരുട്ട് ഗ്രാമത്തിലൂടെയൊക്കെ വരുമ്പോൾ നമ്മളെ ആരെങ്കിലും ആക്രമിക്കുകയോ വല്ലതും ചെയ്യുമോ എന്നൊക്കെയുള്ള പേടി, ഞങ്ങൾ പേടിച്ചാണ് ശരിക്കും വന്നത്. നമ്മുടെ കേരളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞിടയ്ക്കാണ് കേട്ടോ നമുക്ക് ഒന്ന് ശ്വാസം നേരെ വീണത്. അപ്പോഴത്തേക്ക് പിന്നെ രാത്രി ആവുകയും ചെയ്തു. ഒരുപാട് ലേറ്റായി, 10-12 മണിയൊക്കെ ആയി കേട്ടോ. അപ്പോഴത്തേക്ക് പിന്നെ ഉറക്കവും വരാൻ തുടങ്ങി. ഏട്ടൻ എങ്ങനെയും ഉറങ്ങാതിരിക്കണമല്ലോ, അപ്പോൾ ഞങ്ങളെല്ലാവരും ഉണർന്നിരിക്കുകയാണ്. അപ്പോൾ ഏട്ടൻ ഉറങ്ങാതെ വേണമല്ലോ ഡ്രൈവ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഞങ്ങളൊരു ഉറക്കം വരുന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും നിർത്തിയിട്ടിട്ട് നമുക്ക് കുറച്ച് നേരം ഉറങ്ങിയിട്ട് പോകാം. വല്ല കടയൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ ഫ്രണ്ടിലൊക്കെ നിർത്തിയിട്ടിട്ട് ഉറങ്ങിയിട്ട് പോകുന്നുണ്ടോ. ഏട്ടൻ സമ്മതിക്കത്തില്ല. ഏട്ടൻ പേടില്ലെന്ന് ഇങ്ങനെ കണ്ണൊക്കെ ഇങ്ങനെ തുറന്ന് പിടിച്ച് ഇങ്ങനെ ഡ്രൈവ് ചെയ്യണം കേട്ടോ. ഞങ്ങൾ ശരിക്കും ഒരുപാട് പേടിച്ചിട്ടാണ് ഞങ്ങൾ വണ്ടിക്കകത്തിരുന്നത്. അപ്പോൾ രാത്രിയും കൂടെ ആയതുകൊണ്ട് അതിനെക്കാട്ടിൽ പേടിയായിപ്പോയി കേട്ടോ. പിന്നെ വഴിയിലൊക്കെ നല്ല ഇരുട്ടാണ്, എങ്ങും ഒരു ലൈറ്റൊന്നും ഇട്ടിട്ടില്ല കേട്ടോ വഴിയിലെങ്ങും, വരുന്ന വഴിയിലൊന്നും. നമ്മൾ അപ്പോൾ തിരിച്ച് വന്നത് നമ്മൾ പുനലൂർ വഴിയാണ് കേട്ടോ. ആ ഒരു കൊല്ലം ആ വഴിയാണ് നമ്മൾ തിരിച്ചു വരുന്നത്. അപ്പോൾ അത് കുറച്ചുകൂടെ എളുപ്പമായിട്ട് എനിക്ക് തോന്നി. നമ്മൾ അങ്ങോട്ട് പോയതിനെക്കാട്ടിലും കുറച്ചുകൂടെ പെട്ടെന്ന് നമ്മൾ വന്നു കേട്ടോ. പിന്നെ തമിഴ്നാട്ടിൽ നമ്മൾ തെങ്കാശി അങ്ങനെയൊക്കെയുള്ള സ്ഥലത്തൂടാണ് കേട്ടോ വന്നത്. അപ്പോൾ അവിടെയൊക്കെയെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇരുട്ടുമാണ്. അതുപോലെ അവിടെങ്ങും ആരുമില്ല, ഒരു ഒറ്റ മനുഷ്യർ പോലും ഇല്ല, വഴിയിലെങ്ങും ഇല്ല. അതുപോലെ വീടുകളൊന്നുമില്ല. ഇടയ്ക്കെങ്ങാനും ഒരു 1-2 വീടുകളും കടകളും ഒക്കെയുള്ള ഒരു ജംഗ്ഷൻ പോലെ ഇങ്ങനെ അവിടെ മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് കൃഷി സ്ഥലങ്ങളും അതും ഇതൊക്കെ. നമുക്ക് ഇരുട്ടായതുകൊണ്ട് കാണാനും പറ്റത്തില്ല, എന്നാൽ ഈ വണ്ടിയുടെയൊക്കെ വെട്ടം കൊണ്ട് നമുക്ക് ചെറുതായിട്ടൊക്കെ ഒന്ന് കാണാൻ കിട്ടും. പിന്നെ നമ്മുടെ കേരള രജിസ്ട്രേഷൻ വണ്ടി കാണുമ്പോഴാണ് നമുക്കൊരു ധൈര്യമൊക്കെ വരുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് ദൂരമൊക്കെ ഒരു വണ്ടി ഫോളോ ചെയ്തൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഭയങ്കര ആശ്വാസമായിരുന്നു കേട്ടോ. പിന്നെ കേരളത്തിലെത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ വലിയ പേടിയൊക്കെ അങ്ങ് മാറി.
പിന്നെ കുറേ 2-3 സ്ഥലത്ത് നമുക്ക് വഴി തെറ്റി. അപ്പം അങ്ങോട്ട് പോകേണ്ടടുത്ത് നമ്മൾ തിരിച്ച് തന്നെ വന്നു. 1-2 ഇടത്ത് ഇറങ്ങിയപ്പം ഒരിടത്ത് നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയായിരുന്നു രാത്രിയിൽ. അപ്പോൾ അവിടുന്ന് നമ്മൾ തിരിച്ച് വണ്ടി അങ്ങോട്ടോ ഇങ്ങോട്ടോ എങ്ങനെയോ തിരിച്ചു. അപ്പം നമ്മൾ വന്ന വഴി തന്നെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറേ ദൂരം ചെന്നപ്പോൾ അമ്മ പറഞ്ഞു, ഇതെന്താ തമിഴ്നാട് വണ്ടിയാണല്ലോ, ഇതെല്ലാം പോകുന്നതല്ല എന്ന് പറഞ്ഞപ്പം പെട്ടെന്നാണ് ഞങ്ങൾ നോക്കിയപ്പോഴാണ് കേട്ടോ മനസ്സിലായത്, നമ്മൾ അങ്ങോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്, വന്ന വഴി തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ റിവേഴ്സ് എടുത്ത് പിന്നെ തിരിച്ച് നമ്മുടെ കേരളത്തിലോട്ട് വന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ഫുഡൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. നമ്മൾ സ്നാക്സും കുറേ ഫ്രൂട്ട്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മൾ ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നതാണ്. ചായയും കടി എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ അങ്ങനെ കഴിക്കാമെന്ന്. ശരിക്കും വിശപ്പില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഫുഡ് കഴിക്കാത്തത്, എന്ന് വെച്ചാൽ ലഞ്ച് കഴിക്കാത്തത് കേട്ടോ. ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അവിടെ ഒരു ചെറിയൊരു ഒരു ചായക്കടയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഏരിയയിൽ ഈ ഒരു കടയേ ഉള്ളൂ. ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഈ ഒരു കടയാണ്. ഇവരുടെ ഒരു കമ്പനി പോണക്കാണ് കേട്ടോ. ഇവരുടെ കമ്പനി തന്നെ കുറേ കടകൾ നമ്മൾ ഈ പോകുന്ന വഴിക്കെല്ലാം ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഇതുപോലെ കുറച്ച് ഫുഡ് കഴിച്ചു. കട്ട്ലറ്റ്, ഉഴുന്നുവട, പിന്നെ സമൂസ. അപ്പോൾ ഇതിനൊക്കെ എന്തൊക്കെയോ വെറൈറ്റി ഉണ്ട് കേട്ടോ. നമ്മുടെ സാധാ നമ്മൾ കഴിക്കുന്ന ടേസ്റ്റ് അല്ല, ഇതിനൊക്കെ പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ഈ സമൂസ എന്നൊക്കെ പറയുന്നത് ഗോതമ്പ് മാവ് വെച്ചിട്ടുണ്ടാക്കി, നമ്മൾ മൈദയിലല്ലേ ഉണ്ടാക്കുന്നത്, ഇത് ഗോതമ്പ് മാവ് വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ പുറത്തുള്ള സാധനം. അതുപോലെ എല്ലാത്തിനും വെറൈറ്റി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പക്ഷെ നല്ലതായിരുന്നു, സംഭവമൊക്കെ കൊള്ളായിരുന്നു. പിന്നെ നമുക്ക് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് നമുക്ക് ഫുൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഈ രാത്രിയിൽ വെട്ടത്തിൻ്റെ ചെറിയ പ്രശ്നമുണ്ട്, നമ്മൾ ഫോണിൽ ഇങ്ങനെ ബ്ലറായിട്ട് കാണുന്നുണ്ട് കേട്ടോ ലൈറ്റൊക്കെ. അപ്പോൾ അതുകൊണ്ട് കൂടുതലൊന്നും എടുക്കാനും പറ്റിയിട്ടില്ല. പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരുന്ന വഴിക്കെല്ലാം കുറേ ലോറികളായിരുന്നു കേട്ടോ. നമ്മുടെ മുമ്പിൽ കുറേ വലിയ ലോറികൾ, അതുകൊണ്ട് അല്ലാതുള്ള കാഴ്ചകളൊന്നും കാണാനൊന്നും പറ്റിയില്ല. പിന്നെ നമ്മൾ രാത്രിയിൽ വരുന്ന വഴിക്ക് ഒരു ഹോട്ടലിൽ നിന്ന് നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലാസ്റ്റ് നമുക്കാണ് അവർ തരുന്നത്. അപ്പോൾ എല്ലാം തീർന്ന സമയമായിരുന്നു. അപ്പം ചെറിയൊരു വിശപ്പ് പോലെ ഇങ്ങനെ തോന്നി. അപ്പോൾ നമ്മൾ വെച്ച് ഫുഡ് കഴിച്ചിട്ട് അവന് വീട്ടിൽ ചെന്നാലും നമുക്കൊന്നും കഴിക്കാൻ പറ്റത്തില്ലല്ലോ. അമ്മ ഇപ്പോൾ പൊറോട്ടയാണ് കേട്ടോ മേടിച്ചത്, 2 പൊറോട്ടയും എന്തോ കറിയായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ചിക്കൻ ഫ്രൈഡ് റൈസാണ്. അപ്പം നമ്മൾ എന്തായാലും അങ്ങോട്ട് പോകുമല്ലേ, ഇപ്പോൾ നോൺ വെജ് തന്നെ കഴിച്ചേക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ കഴിച്ചു കേട്ടോ. നല്ലതായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഈ യാത്രയിൽ ചെറിയൊരു പേടിയുണ്ട് എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. ബാക്കിയെല്ലാം നല്ല അടിപൊളി യാത്രയായിരുന്നു. നല്ല രീതിയിൽ തന്നെ നമുക്ക് പോയിട്ട് വരാനായിട്ട് പറ്റി. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് കേട്ടോ.